ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. CP സുരൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കൂവപ്പൊടി വെച്ച് ഒരു മധുരമുള്ള ഫ്രൂട്ട് സാലഡുമായിട്ടാണ്. ഈ കൂവ എന്നത് ശരീരത്തിന് ഉന്മേഷം നൽകി ദിവസം മുഴുവൻ എനർജി നിലനിർത്തുന്നു. ഗ്യാസ്, അസിഡിറ്റി എന്നിവ കുറയ്ക്കുന്നു. ഗർഭിണികൾക്ക് മലബന്ധം, ഛർദി എന്നിവ കുറയ്ക്കുന്നു. ഇതിൽ പ്രോട്ടീൻ കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോളേറ്റ് ഇതിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ വളർച്ചയ്ക്കും തലച്ചോറിൻ്റെ വികാസത്തിനും നല്ലതാണ്. അയോൺ കൂടുതലുള്ളത് കൊണ്ട് വിളർച്ചയും ക്ഷീണവും കുറയ്ക്കുന്നു. ദഹന സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ കുട്ടികൾക്ക് കുറുക്ക് കാച്ചി കൊടുക്കുന്നത് നല്ലതാണ്. ഇത്രയും ഗുണങ്ങളുള്ള ഈ കൂവപ്പൊടിയുടെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാനായി ഒരു 4 ടേബിൾ സ്പൂൺ കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കണം. ഇത് കട്ടകളില്ലാതെ കലക്കിയെടുക്കുക. കലക്കിയെടുത്തിട്ടുണ്ട്. കലക്കിയെടുത്ത ഈ കൂവപ്പൊടി മിശ്രിതം നമുക്കൊരു സ്റ്റൗ മീത ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കത് ഇളക്കിയെടുത്ത് കുറുക്കിയെടുക്കണം. അത് അവിടെ നിന്ന് കുറുകി വരുന്ന നേരം കൊണ്ട് 1/2 ലിറ്റർ പാൽ ഞാൻ സോസ് പാനിൽ ഒഴിച്ചിട്ട് വേറൊരു സ്റ്റൗ മീത വെച്ചിട്ടുണ്ട്. അത് തീ ഓണാക്കി കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരണം. പാലവിടെ നിന്ന് തിളച്ച് വരട്ടെ. കൂവപ്പൊടി ഇവിടെ കുറുകി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. തുടരെ ഇളക്കി കൊടുക്കണം. ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം. പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂവപ്പൊടി മിശ്രിതത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇത് കട്ടകളില്ലാതെ നല്ലതുപോലെ ഇളക്കിയെടുത്ത് കുറുക്കിയെടുക്കണം. ഇതിവിടെ തണിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനു മുന്നേ നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം. ഒരു പിഞ്ച് ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. അത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ സാഫ്രോണാണ്. ഇത്രയും മതി. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഇടുന്നതാണ്. ഇത് ഓപ്ഷണലാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി ഫ്രൂട്ട്സൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൂവപ്പൊടി ഇപ്പോൾ സുലഭമായി സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അത് അവിടെ നിന്ന് വാങ്ങി ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എല്ലാവരും കൂടി. ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഞാനൊരു ആപ്പിൾ കട്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുപഴമാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതാണ്. ഒരു 4 ചെറുപഴമാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, നട്ട്സാണ്. അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയുമാണ്. എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്.
കുറച്ച് അനാർ അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചൂടോടെയും ഇത് കഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും നമുക്ക് കഴിക്കാം. നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ നിങ്ങൾക്കിത് കഴിക്കാം. നല്ല സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നട്ട്സും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറുത്ത മുന്തിരിങ്ങയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.